എങ്ങനെയുണ്ട് വിധി കേട്ടപ്പോൾ? വിധി കേട്ടപ്പോൾ വളരെ ദുഃഖകരമായ ഒരു വിധിയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു വിധിയൊന്നും അല്ല. നമ്മൾ അനുജനെ കൊണ്ട് വളരെ വിഷമമാണ്. 7 വർഷക്കാലം നമ്മൾ കാത്തിരുന്നു നല്ലൊരു ശിക്ഷ നൽകുമെന്നുള്ള ഉദ്ദേശത്തിൽ, പക്ഷേ അതൊരു നല്ലൊരു ശിക്ഷ നൽകിയില്ല. അത് തന്നെ പറയാനുള്ളത്. നിങ്ങൾ ബാംഗ്ലൂരിലാണ്, ഇന്ന് ഈ വിധി കേൾക്കാൻ വേണ്ടി ഇവിടെ എത്തിയതാണ്. ആ വിധി കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ കാസർഗോഡ് ഈ കോടതിയിലേക്ക് എത്തിയത്. അതുകൊണ്ട് വളരെ ദുഃഖകരമാണ്, ഭയങ്കര വിഷമമുണ്ട്. റിയാസ് മൗലവിയുടെ ആരൊക്കെ ബന്ധുക്കൾ വന്നിട്ടുണ്ട്? റിയാസിന്റെ ഭാര്യ വന്നിട്ടുണ്ട്, അവളെ ഇപ്പോൾ രണ്ടാമതും നിക്കാഹ് കഴിച്ചു കൊടുത്ത അവളുടെ ഭർത്താവും വന്നിട്ടുണ്ട്. പിന്നെ ആര് വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് സംഭവം അറിയില്ല. കുട്ടിയുണ്ട്. ഈ കേസ് 7 വർഷത്തിന് ശേഷം ഈ വിധി പറയുമ്പോൾ ഒരു തക്കതായ ശിക്ഷ ലഭിക്കുമെന്നൊരു പ്രതീക്ഷ നാട്ടിനും ചൂരിയിലുള്ള ആളുകൾക്കും മദ്രസയിലെ അധ്യാപകർക്കും ബന്ധുക്കൾക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിരാശയുണ്ടോ? എന്താണ് നിങ്ങളുടെ ഒരു? ഭയങ്കര നിരാശയാണ്. കാരണം എല്ലാവരും ഇത് ഒരു പ്രതീക്ഷയോട് കാത്തിരുന്നതാണ്. അതുകൊണ്ട് ഇത് നല്ലൊരു പ്രതീക്ഷ നമ്മളൊരു ദുഃഖകരമായ ഒരു സംഭവമായി മാറിക്കഴിഞ്ഞു. അത് ഭയങ്കര വിഷമമുണ്ട്.